സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ നവരാത്രി അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഇട്ടതായിരുന്നു വേറെ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കെന്നറിയോ? കോന്നിയിൽ അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടവഞ്ചി സവാരി നമ്മളത് അന്ന് കണ്ടു അല്ലേ? കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ അടുത്ത് തന്നെയുള്ള ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ഭയങ്കര രസമായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫാൾസ് ഉണ്ട്. നമ്മളിന്ന് അവിടേക്കാണ് പോണത്. വാട്ടർഫാൾസിൻ്റെ പേര് മണ്ണീറ വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ. ശരിക്കും അങ്ങോട്ട് പോകുന്ന ആ വഴികളൊക്കെ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാരണം കാടിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ. ആ യാത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണൂ കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയുള്ള ആ പോകുന്നതിന് ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് ശരിക്കും വാട്ടർഫോൾസിൻ്റെ അടുത്ത് വരെ കാറ് പോകും. പക്ഷേ എന്താ വെച്ചാൽ അന്ന് അവിടെ ഒരു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി നടക്കണം. കുറച്ച് ദൂരം നടക്കണമായിരുന്നു. അടിപൊളി. വാട്ടർഫോൾസ് കാണുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കതിൻ്റെ അടുത്ത് എത്താറായി എന്നുള്ളത് ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. കാരണം നല്ല പോലെ സൗണ്ട് ഇങ്ങനെ ദൂരേക്ക് തന്നെ കേൾക്കായിരുന്നു. അത് ദൂരെ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളിയില്ലേ? എന്ത് രസാ. പൊളി 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 പൊളി. എന്തോ രസം കണ്ട. നിറയെ റബ്ബർ മരങ്ങളുടെ ഇങ്ങനെ ഇടയ്ക്കാണ് കേട്ടോ ഈ വാട്ടർഫോൾസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഒരു പ്രത്യേകത. നമ്മളെന്തോ ഇങ്ങനെ സീനറിയൊക്കെ കാണില്ലേ, ഫോട്ടോസൊക്കെ കാണില്ലേ, അതുപോലെ ശരിക്കും അത്ര ഒരു ഭംഗിയിലാണ് നിൽക്കുന്നത്. കാരണം മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആ വാട്ടർഫോൾസ് കാണുമ്പോൾ നല്ല രസമാണ്. അതിങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വരികയാണ് കാണുന്നത്. വാട്ടർഫോൾസ് അത് ശരിക്കും ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. കാരണം ഞങ്ങൾ ശരിക്കും എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് പോരാം എന്ന് കരുതിയിട്ട് പോയതാണ്. പക്ഷേ അവിടെ എത്തിയിട്ട് ഈ വെള്ളമൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പോരണമെന്നൊന്നും ആർക്കും ഇല്ലായിരുന്നു. കാരണം അത്രയും രസമായിരുന്നു കാണാൻ. അതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടവരെ നല്ല കാടുകളുണ്ട്. അതുമാതിരി ഇപ്പുറത്തെ സൈഡിലായിട്ട് വേര്, ആ മരത്തിൻ്റെ വേരൊക്കെ ഇങ്ങനെ താഴേക്ക് എന്ത് ഭംഗിയിലാണ് നിൽക്കണ അറിയോ. മൊത്തത്തിൽ നല്ല രസമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ. നമ്മൾ ശരിക്കും ടൈമൊക്കെ മറന്ന് സമയമൊക്കെ മറന്ന് അവിടെ തന്നെ അങ്ങനെ നിന്ന് പോകും.
അതിലേക്കാണ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് കയറ്റാൻ പിന്നെ ഞങ്ങൾ പാടുപെട്ടു. ആ അവസ്ഥയിലായി. കാരണം ഫുൾ അവിടെ നിന്ന് കുളിക്കലും അതിൽ നീന്തലും ഒക്കെ തന്നെ ആയിരുന്നു. കാരണം അത്ര രസമാണ്. നമുക്കങ്ങനെ ശരിക്കും അവിടെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാം. ഈശ്വര മതി ആവുമ്പോ എങ്ങാനും താത്തിക്കാടും. അമ്മേ എത്ര രൂപയാണ്? വന്ന് പ്രാന്തായ അവസ്ഥയാണ്.
വെള്ളത്തെ കിടന്ന പ്രാന്തായിരുന്നു. ഇത് എന്തെങ്കിലും രണ്ടർക്ക് പോരെ. ട്രെയിന് പോവാം. അതൊക്കെ തോന്നണേ. പോരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു ട്രെയിനിൽ. പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് അതിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത കാരണം കൊണ്ട് തന്നെ പിന്നെ അന്ന് പോരാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, നെക്സ്റ്റ് ഡേ ആക്കി. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കാണാൻ പറ്റുന്നവരൊക്കെ പോയിട്ട് കാണൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ